മണിപ്പൂരിൽ 11 ബൂത്തുകളിലേക്കുള്ള റീപോളിംഗ് ആരംഭിച്ചു. ആദ്യഘട്ട വോട്ടെടുപ്പിനിടെ സംഘർഷമുണ്ടായതിനെ തുടർന്നാണ് റീപോളിംഗ് നടക്കുന്നത്. തുടർന്ന് വോട്ടെടുപ്പ് പൂർണ്ണമായി തടസ്സപ്പെട്ട മണിപ്പൂരിലെ 11 ബൂത്തുകളിൽ നിന്ന് റീപോളിംഗ് ആണ്. സ്വാതി ചേരുകയാണ്. സ്വാതി, നേരത്തെ ഇത്തരത്തിൽ സംഘർഷമുണ്ടായ പശ്ചാത്തലത്തിലാണ് വീണ്ടും റീപോളിംഗിലേക്ക് കടക്കുന്നത്. കടുത്ത തരത്തിലുള്ള സുരക്ഷയൊക്കെ തന്നെ അവിടെ ഏർപ്പെടുത്തിയിട്ടുണ്ടല്ലോ. തീർച്ചയായും ആതിര സൂചിപ്പിച്ച പോലെ തന്നെ കഴിഞ്ഞ ദിവസം, അതായത് ആദ്യഘട്ട വോട്ടെടുപ്പിൽ മണിപ്പൂരിൽ വലിയ തരത്തിലുള്ള സംഘർഷങ്ങളായിരുന്നു നടന്നത്. ഇതിൻ്റെ ഭാഗമായി മാത്രമാണ് ഇപ്പോൾ വീണ്ടും ഒരു റീപോളിംഗിലേക്ക് കടക്കുന്നത്. മണിപ്പൂരിൽ ആദ്യഘട്ട വോട്ടെടുപ്പിൽ 69% വോട്ടുകളാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. എന്നാൽ ആ സമയത്ത് പോലും അവിടെ ബൂത്തുകളിൽ റീപോളിംഗ് നടത്താനുള്ള കാരണം അവിടെ വലിയ തരത്തിലുള്ള സംഘർഷങ്ങൾ നടന്നിരുന്നു. ബൂത്ത് ഏജന്റുമാരെ അടക്കം ഭീഷണിപ്പെടുന്ന തരത്തിലേക്ക് പ്രവർത്തകർ പോയിട്ടുണ്ട്. വോട്ട് യന്ത്രങ്ങൾ തല്ലി തകർക്കുകയും വോട്ട് യന്ത്രങ്ങൾക്ക് മേൽ തീ വയ്ക്കുകയും അടക്കമുള്ള വലിയ വിഷയങ്ങളാണ് മണിപ്പൂരിൽ നടന്നിട്ടുള്ളത്. അതിൻ്റെ പശ്ചാത്തലത്തിലാണ് ഇന്ന് റീപോളിംഗ് ആരംഭിച്ചിട്ടുള്ളത്. ഇതുവരെ സംഘർഷ പശ്ചാത്തലമൊന്നും തന്നെ ഇപ്പോൾ മണിപ്പൂരിൽ ഇല്ല. എന്തായാലും മുന്നോട്ടുള്ള മണിക്കൂറുകളാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് എന്ന് പറയുന്നത്. കഴിഞ്ഞ ദിവസം നടന്ന വോട്ടെടുപ്പിൽ 69% വോട്ടുകൾ രേഖപ്പെടുത്തിയിരുന്നു. ഇന്നർ മണിപ്പൂരിലും ഔട്ടർ മണിപ്പൂരിലുമാണ് ഇവിടെ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. ഇതിൽ ഇന്നർ മണിപ്പൂരിലാണ് ആദ്യഘട്ട വോട്ടെടുപ്പ് നടന്നത്. അവിടെയാണ് ഏറ്റവും കൂടുതൽ സംഘർഷങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത്. എന്നാൽ ഔട്ടർ മണിപ്പൂരിലെ ലോക്സഭാ മണ്ഡലത്തിലെ തെരഞ്ഞെടുപ്പ് ഇനി വരാനിരിക്കുകയാണ്. ആ സാഹചര്യങ്ങളിലൊക്കെ കഴിഞ്ഞ ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വോട്ടെടുപ്പുമായി ബന്ധപ്പെട്ട് വലിയ തരത്തിലുള്ള സംഘർഷങ്ങൾ മണിപ്പൂരിലെ വിവിധ പോളിംഗ് ബൂത്തുകളിൽ നടന്നിരുന്നു. തൃണമൂൽ കോൺഗ്രസും BJPയും പരസ്പരം പ്രത്യാരോപണങ്ങൾ ഉന്നയിച്ചിരുന്നു ഇത്തരത്തിൽ വോട്ടെടുപ്പുമായി ബന്ധപ്പെട്ട സംഘർഷത്തിൽ. എന്നാൽ പോളിംഗ് ബൂത്തിൽ കയറി വലിയ തരത്തിലുള്ള അക്രമങ്ങളാണ് ഇരു കക്ഷികളും അഴിച്ചുവിട്ടത്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ റീപോളിംഗ് നടത്തുന്നത്. വരുന്ന മണിക്കൂറുകളിൽ ഇവിടുത്തെ വോട്ടിംഗ് ശതമാനത്തിൽ എത്രത്തോളം വ്യത്യാസമുണ്ട്? കഴിഞ്ഞ 69% കഴിഞ്ഞ വോട്ടെടുപ്പിൽ ഉണ്ടായിരുന്നത്. ഇനി എന്തെല്ലാം മാറ്റം വരുമെന്നുള്ളത് ഈ പോളിംഗ് പുരോഗമിക്കുന്നതനുസരിച്ച് മാത്രമേ മനസ്സിലാക്കാൻ സാധിക്കൂ. ആതിര.